ലോകത്തിൽ ചൈതന്യമായി നിന്റെ കൈക്കുമ്പിളിൽ സ്നേഹതീർത്ഥമല്ലോ. എന്നും ഈ ലോകത്തിൽ ചൈതന്യമായി നിന്റെ കൈക്കുമ്പിളിൽ സ്നേഹതീർത്ഥമല്ലോ. നന്മകൾ നിറയുവാൻ കനിവോടരുൾ ചെയ്യുക കാരുണ്യവാനായ ജഗദീശ്വര. നന്മകൾ നിറയുവാൻ കനിവോടരുൾ ചെയ്യുക കാരുണ്യവാനായ ജഗദീശ്വര. വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാർ, അസോസിയേഷൻ പ്രതികരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള എം ഷാജി, KCB വർക്കേഴ്സ് ഫെഡറേഷനെ പ്രതികരിച്ചുകൊണ്ട് എത്തിയിട്ടുള്ള. കൂടുതലായൊന്നും പറയുന്നില്ല. ഈ സംഘത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ രഞ്ജിത്ത് സംസാരിക്കുകയുണ്ടായി. ഏതായാലും ഇനി അങ്ങോട്ടുള്ള സംഘത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെ സഹായിച്ച വടകര അസിസ്റ്റന്റ് രജിസ്ട്രാർ ഷിജു സാറിനോടും ഇൻസ്പെക്ടർ ബിന്ദു മേഡത്തിനോടും സംഘത്തിനുള്ള അഗൈതമായ നന്ദി ഈ അവസരത്തിൽ പറയാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് തരുന്ന എല്ലാ സഹായവും ചെയ്ത ആളുകളാണ്. അതുപോലെ ഈ സംഘത്തിൻ്റെ ഇന്നത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ ശ്രീ MP ആണ്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഒരു മുഖവരിയുടെ ആവശ്യമില്ലാത്ത നേതാവാണ്. സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി, സെലിബ്രിറ്റീസുകളായാലും ശരി, അവരൊക്കെ ഏതെങ്കിലും ഒരു തലമുറയിൽപ്പെട്ട ആളുകളുടെ വക്താക്കൾ അല്ലെങ്കിൽ ആവേശമായിരിക്കും. നമ്മുടെ MPയെ സംബന്ധിച്ചോട്ടും എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും ഒരു ഫാനുള്ള ആളാണ്. താഴേക്കടയിലെ നഴ്സറി വിദ്യാർത്ഥികൾ മുതൽ ഏറ്റവും പ്രായം ചെന്ന ആളുകൾക്ക് വരെ നമ്മുടെ MP ഒരു ഫാനാണ്. അങ്ങനെയുള്ള MP നമ്മുടെ ഈ ഉദ്ഘാടനത്തിൽ എത്തിച്ചേർന്നത് നമ്മൾക്ക് ഏറെ സന്തോഷമാണ്. അദ്ദേഹത്തെ ഇനിയും ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കാനോട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമസ്കാരം. ഉദ്ഘാടന പ്രസംഗത്തിനായി ഷഫീഖ് അറബിൽ MPയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതിൻ്റെ ഒന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലത്തെ ഒരു ഓഫീസാണ് നമ്മുടെ സൊസൈറ്റി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആദ്യം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സുനേട്ടനും ബാക്കി എല്ലാവർക്കും KCB എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ പെൻഷനേഴ്സിൻ്റെ എല്ലാവരുടെയും പേരിൽ, നാടിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നേരാൻ ആഗ്രഹിക്കുകയാണ്. ക്വാർട്ടേഴ്സിൽ ഒരു മുറിയിൽ നിന്ന് ഇപ്പം ജീവനക്കാർക്കും പെൻഷനേഴ്സിനും മാത്രമല്ല ജനങ്ങൾക്ക് കൂടി ഇടപാട് നടത്താവുന്ന തരത്തിൽ ഒരു സ്റ്റെപ്പ്, പുതിയ ഓഫീസ് മാത്രമല്ല, ഈ സ്ഥാപനം വളരുകയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകളാണ് ഇപ്പം ഞാൻ ഇവിടെ കണ്ടത്. ഒരിക്കൽ കൂടി നാടിൻ്റെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ, അഭിവാദ്യങ്ങൾ. അന്ന് തുടങ്ങാനെടുത്ത തീരുമാനത്തെ, അതിനെ കഴിഞ്ഞ ഏതാണ്ട് 10ാമത്തെ വർഷത്തിലേക്ക് കിടക്കുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ. 10ാമത്തിനോട് പിന്നെ ഉത്സവത്തിൽ പറഞ്ഞത് ആര്യാടൻ സാറ് വന്നിട്ടാണ് അതന്ന് ഉദ്ഘാടനം ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ 10ാമത്തെ വർഷത്തിലേക്ക് ഇത് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നാടിൻ്റെ പേരിൽ നേരുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, സംഘത്തിൻ്റെ പ്രസിഡന്റും ഇത് തുടങ്ങുന്ന സമയം തൊട്ട് ഇതുവരെയും ഇതിൻ്റെ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഇങ്ങനെ ഒരു ഉദ്ഘാടനത്തെ പറ്റി എന്നോട് വളരെ മുമ്പ് സൂചിപ്പിച്ചതാണ്. അപ്പോഴൊന്നും എനിക്കിത് മനസ്സിലായിട്ടുള്ളത് ഇത്ര വലിയൊരു ഫെസിലിറ്റിയിലേക്കാണ് ഇത് മാറിയിട്ടുള്ളത് എന്നുള്ളത്. ഞാൻ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന ഏതെങ്കിലും ഈ പറഞ്ഞതുപോലെ ഗസ്റ്റ് ഹൗസ് അല്ലെങ്കിൽ അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തുള്ളൊരു ഓഫീസായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഡേറ്റിൻ്റെ കാര്യം ഇങ്ങനെ തീരുമാനിച്ച് 29ാം തീയതി കുറച്ച് നീട്ടിയൊക്കെ തീരുമാനിച്ചു. ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ കാര്യങ്ങൾ മനസ്സിലായത്. വലിയ പ്രസംഗത്തിനല്ല, ഇത്തരം സംഘങ്ങളുടെ മുടക്ക് മുതൽ എന്ന് പറയുന്നത്, ഇത്തരം സംഘങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് സാമ്പത്തികമായ ശേഷിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത്തരം സംഘങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത്
അത് ജീവനക്കാർക്കിടയിൽ, പെൻഷനേഴ്സിൻ്റെ ഇടയിൽ സംഘം ഉണ്ടാക്കിയിട്ടുള്ള വിശ്വാസ്യതയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഏതൊരു സഹകരണ സ്ഥാപനത്തിൻ്റെയും മൂലധനം വിശ്വാസ്യതയാണ്. പ്രത്യേകിച്ച് അത് ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ പാരലൽ സംവിധാനം ഇവിടുത്തെ ഒന്ന് വട്ടിപ്പലിശ സംവിധാനങ്ങളിൽ നിന്നൊക്കെ മാറി എന്നുള്ളത്, രണ്ട് ഒരുപാട് സാങ്കേതികത്വത്തിൻ്റെയും നൂലാമാലകളിൽ നിന്ന് മാറി ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഭയങ്കര ഫോർമാലിറ്റിയിലേക്ക് പോവാതെ ഒരു നാടിൻ്റെ ഒരു മണവും ഗുണവും ഉള്ള വ്യക്തിപരമായ ഇടപാടുകളുടെ ഒരു അടുപ്പം തോന്നുന്ന തരത്തിലാണ് നമ്മുടെ സഹകരണ സംഘങ്ങൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനം ആരംഭിച്ച സഹകരണ സംഘങ്ങളിലേക്ക് ഈ അധ്വാനത്തിൻ്റെ ശീലമായി കിട്ടിയ, ഭാഗമായി കിട്ടിയ തുകകൾ നിക്ഷേപിക്കുന്നതിനും അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് അതെടുത്ത് അതിൽ നിന്ന് തിരിച്ചടക്കുന്നതിനൊക്കെ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ആളുകൾക്ക് വിശ്വസിക്കാവുന്ന ഒരു ഇടമായി സഹകരണ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. രാഷ്ട്രീയമായോ അല്ലാത്തതുമായിട്ടുള്ള ഇടപെടലുകളുടെ പേരിൽ ഒരിക്കലും ഈ പറഞ്ഞതുപോലെ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയല്ല തകർന്നുകൊണ്ടത്. പ്രത്യേകിച്ച് സഹകരണ മേഖല നമുക്കറിയാം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതിനെ ബാങ്കിങ്ങിൻ്റെ എല്ലാ സംവിധാനങ്ങളുടെ കീഴിലും കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന പലതരത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഇടപെടലുകളും ഒക്കെ എവിടുന്ന് ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർ ആദ്യം ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ വിശ്വാസ്യത തന്നെയാണ്. ഇപ്പോൾ 15 മുതൽ ഈ പ്രവർത്തനം ആരംഭിക്കുന്നു. അതിൽ ജനങ്ങൾ വിശ്വസിക്കുന്നു, അതിൽ ജീവനക്കാർ വിശ്വസിക്കുന്നു, പെൻഷനേഴ്സ് വിശ്വസിക്കുന്നു. അതിൻ്റെ പേരിലുണ്ടാവുന്ന വളർച്ചയുടെ ഭാഗമായിട്ട് ഇതിനെ പൊതുജനങ്ങൾക്ക് കൂടി തുറന്നു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്നു. ഞാനിപ്പോൾ ഹൗസിംഗ് ഫെഡറേഷനെ പറ്റി നമുക്കായിട്ട് ചോദിക്കുകയായിരുന്നു. മൊത്തമുള്ള ബ്രാഞ്ചുകളിൽ ലോണിൻ്റെ കാര്യത്തിലൊക്കെ വീഴ്ച വരുത്തുന്ന 15% കുടിശ്ശിക വന്നാൽ പിന്നെ അവർക്ക് പുതിയ ലോണുകൾ അനുവദിച്ച് കൊടുക്കാത്ത സാഹചര്യത്തെ പറ്റി വരെ വരികയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പുതിയ ഫെസിലിറ്റിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിപ്പം നാട്ടിലെ ആളുകൾക്കും ജീവനക്കാർക്കൊക്കെ തീർച്ചയായിട്ടും അത് സൗകര്യപ്രദമാണ്. ഇപ്പോൾ അറിയാം, എല്ലാ ഇടപാടുകളുടെയും പിന്നിൽ കൺവീനിയൻസ് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ആളുകൾക്കെല്ലാം വേഗത്തിൽ നടക്കുകയാണ്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അതിനൊരു ആധുനിക സ്വഭാവം ഉണ്ടാവുക, അതിൽ കൂടുതൽ ഫെസിലിറ്റി ഉണ്ടാവുക. കാരണം ഇന്ന് മത്സരം നടക്കുന്ന സർവീസിൻ്റെ ക്വാളിറ്റിയിൽ കൂടിയാണ്. ഒരു വശത്ത് ട്രസ്റ്റ് ഇതിൻ്റെ മൂലധനമാണെങ്കിൽ ഇതിൻ്റെ ബെറ്റർമെൻറ്റിൻ്റെ കാര്യത്തിൽ സർവീസിൻ്റെ ക്വാളിറ്റിയും കൺവീനിയൻസും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം തുറക്കുമ്പോൾ തീർച്ചയായിട്ടും അതും കൂടെ ഉറപ്പുവരുത്താൻ എംപ്ലോയി സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഒരിക്കൽ കൂടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും സുല്ലേട്ടിനെയും സഹപ്രവർത്തകരെയും നാടിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പങ്കാളിത്തം വഹിച്ച എല്ലാവർക്കും യു ഓൾ ഡിസേർവ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അഭിനന്ദനത്തിൻ്റെ ഒരു അംശമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. മേഖല, ഈ സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സഹകരണ സമ്മേളനമാണ്. സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സ്ഥാപനം ഇനിയും വളരട്ടെ. ഈ MP ഓഫീസൊക്കെ ഇതുപോലെ ആക്കാൻ പറ്റുമോ? 2 മാസം കൊണ്ടായത്. ഇത് പൈസ ആരും കൊടുക്കുന്നുള്ളതാണ് പ്രശ്നമാണ്. അപ്പം ലോണ് തരാമെന്ന് കണ്ടോ, കച്ചവടം ഉണ്ടാക്കുക അതിൻ്റെ ഇടയിൽ. അപ്പം നന്നായി വരട്ടെ, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ആര്യാടൻ സാറാണ് ഇത് തുടങ്ങി വെച്ചത്. അദ്ദേഹത്തെ നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിലും ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ കൃത്യസമയത്ത് തന്നെ ഈ സംഘം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു. താങ്ക് യു ബഹുമാനപ്പെട്ട MP. താങ്ക് യു അജേഷ്. ചാണക്യ സൂത്രമറിയാവുന്ന കൂർമ്മ ബുദ്ധിയുള്ള നേതാവായിരുന്ന ആര്യാടൻ സാർ 10 വർഷം മുമ്പ് ഈ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതാണ്. എന്നാൽ ഈ പുതുക്കിപ്പണിത കതിർമണ്ഡപത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പുതുമണവാട്ടിയെപ്പോലെയുള്ള ഈ മനോഹരമായ ഓഫീസ് കോൺഗ്രസ് പാർട്ടിയിൽ താരപരിവേഷമുള്ള ക്രൗഡ് പുള്ളർ കൂടിയായിട്ടുള്ള വടകരയിലെ ജനങ്ങളുടെ മാത്രമല്ല കേരളത്തിലെ യുവാക്കളുടെ എല്ലാം മനസ്സ് കവരുവാൻ സാധിച്ചിട്ടുള്ള ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ഡെപ്പോസിറ്റ് സ്വീകരണത്തിൻ്റെ ദാമോദരനിൽ നിന്ന് 1 ലക്ഷം രൂപ
ഡെപ്പോസിറ്റ് സ്വീകരിച്ചുകൊണ്ട് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനാണ്. ഞാൻ ആ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ഡെപ്പോസിറ്റ് സ്വീകരിച്ച് നിർവഹിച്ചതായി നിങ്ങളെ അറിയിക്കുകയാണ്. ഏതായാലും വായ്പ വിതരണ ഉദ്ഘാടനം എന്നെക്കൊണ്ട് ചെയ്യിക്കാതിരുന്നത് നന്നായി എന്നുകൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ വായ്പ കൊടുത്താൽ അത് ഒട്ടുമിക്കവാറും കിട്ടാറില്ല, സുകുമാരനൊക്കെ അറിയാം. അതുകൊണ്ട് അതല്ല, എന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു നല്ല ചടങ്ങാണ് ഉദ്ഘാടനം ചെയ്യിച്ചിട്ടുള്ളത്. നേരത്തെ മൂസ പറയുകയായിരുന്നു, വ്യക്തിപരമായി ഞാനൊരു വലിയ ഭാഗ്യവാനൊന്നുമല്ല. നടക്കുവാനുള്ള അവസരം നൽകുകയാണ്. ഈ സൊസൈറ്റി 2015 പ്രവർത്തനം തുടങ്ങിയതെന്നാണ്. KSEBയുടെ പ്രധാനപ്പെട്ട സർക്കിളുകളുമൊക്കെ കേന്ദ്രീകരിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത്തരത്തിലുള്ള സൊസൈറ്റികളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഒന്നിൽ കൂടുതലുണ്ട്, ചില സ്ഥലങ്ങളിൽ ഓരോന്ന്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഈ രീതിയിൽ ഇത് 2015 ആരംഭിച്ചു. 10 കൊല്ലത്തെ പ്രവർത്തനം വളരെ മികച്ച രീതിയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഒരു പഴയ KSEB ക്വാർട്ടേഴ്സിൽ പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ വളരെ പുതിയ ആധുനിക ഒരു ഓഫീസിൻ്റെ സെറ്റപ്പോടുകൂടി ഇവിടെ ആരംഭിക്കാൻ കഴിഞ്ഞു. അത് ഇതുവരെയുള്ള പ്രവർത്തനം മികച്ചതായിരുന്നു എന്നുള്ള ഒരു തെളിവായിട്ട് തന്നെ നമുക്കത് കണക്കാക്കാം. അതുകൂടാതെ ഇനി മുതൽ ഇവിടെ നേരത്തെ ഇത് KSEB എംപ്ലോയീസിനും KSEBയിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർക്കുമായിരുന്നു ഇതിൻ്റെ പ്രയോജനം ലഭിച്ചിരുന്നത്. അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കും കൂടി നൽകാൻ സൊസൈറ്റി തീരുമാനിച്ചു എന്നാണ് അറിയുന്നത്. അപ്പോൾ ഈ നാട്ടുകാർക്കും ഇതിൻ്റെ പ്രയോജനം ഇനി മുതൽ ലഭിക്കും. ഈ സംഘത്തിൻ്റെ ഇന്നലെ വൈകിട്ട് തൊട്ട് ഞാൻ കാണുന്ന ഡയറക്ടേഴ്സായിട്ടുള്ള ശ്രീ രഞ്ജിത്ത്, ശ്രീ രമേശൻ, ദാമോദരൻ,